ഹായ് ഗൈസ്, ഇനിയിപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ എങ്ങോട്ട് പോകണമെന്ന് ഇപ്പോഴാണ് പ്ലാൻ ചെയ്തത്. മുമ്പേ പല പ്ലാനിൻ്റെ ഇടയ്ക്കൂടെ കയറി ഇപ്പോഴാണ് ഒരു കൺഫർമേഷൻ എത്തിയത്. ഞങ്ങളിപ്പം മൂന്നാർ പോകാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പം പെരുമ്പാവൂർ നമ്മൾ ഉടുപ്പി ഹോട്ടലിൽ നിന്നായിരുന്നു ഫുഡ് കഴിച്ചത്, വെജിറ്റേറിയൻ ഹോട്ടൽ. അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇപ്പം പെരുമ്പാവൂർ കഴിഞ്ഞ് നേര്യമംഗലം അടിമാലി വഴി മൂന്നാർ പോകാനാണ് പ്ലാൻ. ഇതിനു മുമ്പ് ഞങ്ങളാണെങ്കിൽ ഊട്ടി പോകാനായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. ഊട്ടി പോകാൻ പ്ലാൻ ചെയ്തപ്പോൾ 4-ാം തീയതി വീട്ടിലൊരു ചെറിയ ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷന് നമ്മളെന്തായാലും വീട്ടിലുള്ളവർ കാണണമല്ലോ. അപ്പോൾ ഊട്ടി പോയി കഴിഞ്ഞാൽ ഇന്ന് 2-ാം തീയതിയാണ്, ജാനുവരി 2-ാം തീയതി. ഇന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ സ്പെൻഡൊക്കെ ചെയ്തിട്ട് വരുമ്പോൾ തന്നെ 4-ാം തീയതിയാണ്. അപ്പോൾ ആ ഫംഗ്ഷന് കയറാൻ പറ്റാത്ത കാരണം ഞങ്ങൾ ഊട്ടി ഇതാക്കി ഡ്രോപ്പ് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അടുത്ത കോഴിക്കോട് പോയാലാന്ന് ആലോചിച്ചു. കോഴിക്കോട് പോകാൻ ആലോചിച്ചപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മലപ്പുറം പോയിട്ട് വന്നപ്പോൾ കോഴിക്കോട് കയറിയിട്ടാണ്. അപ്പോൾ കോഴിക്കോടും ഡ്രോപ്പ് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് ധനുഷ്കോടി പോകാൻ തീരുമാനിച്ചപ്പോൾ ധനുഷ്കോടിയിൽ ഇവിടുന്ന് ഇപ്പം മൂന്നാർ വഴി തന്നെ കയറിപ്പോയി ധനുഷ്കോടി കയറിയാലും ഈ പറഞ്ഞ കണക്ക് മൂന്നാർ ഒരു ദിവസം സ്റ്റേ കഴിഞ്ഞിട്ട് ധനുഷ്കോടി കയറി കഴിഞ്ഞിട്ട് അവിടുത്തെ സൺസെറ്റിൻ്റെ സമയത്ത് എത്തിയില്ലെങ്കിൽ ഫ്ലോപ്പ് ആവും. അപ്പോൾ അത് കാരണം ഇത് ഏകദേശം 4-ാം തീയതി നമുക്ക് പരിപാടിക്ക് കയറാനില്ല. അതും ഡ്രോപ്പ് ചെയ്ത്. ലാസ്റ്റ് പിന്നെ എന്തായാലും തിരക്കാണെങ്കിൽ തിരക്ക്, നമുക്കെന്തായാലും പോയി നോക്കാമെന്ന് പറഞ്ഞ് ഇപ്പം മൂന്നാറിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ പെരുമ്പാവൂർ കഴിഞ്ഞ് നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി അപ്പം സ്ക്രീനിൽ പിന്നെ കാണിക്കാം. അങ്ങനെ ഇനി 17 കിലോമീറ്റർ കൂടെ കഴിയുമ്പോൾ മൂന്നാർ ബൈപ്പാസ് ആവും. അത് കഴിഞ്ഞ് ഇപ്പം ക്ലൈമറ്റ് നോക്കുന്ന സമയത്ത് വെയിലൊന്നുമില്ല. ഗൂഗിളിൽ നോക്കുന്ന സമയത്ത് 18 കാണിക്കണം. അങ്ങനെയാണെങ്കിൽ നല്ല ഇതായിരിക്കും. അല്ലെങ്കിൽ മറ്റേ കൊട്ട വെയിലാണെങ്കിൽ തീർന്നു. പിന്നെ അടുത്ത് അവിടെ കയറി കഴിയുമ്പോൾ ഒടുക്കത്തെ വെയിലാണെങ്കിൽ അവിടെ വെയിലും കൊണ്ട് തിരിച്ചു വരേണ്ടി വരും. മറ്റേ ഇപ്പോഴത്തെ ഇൻസ്റ്റയിലെ റീല് കണ്ടിട്ട് അവിടെ പോയിട്ട് വെയിലും കൊണ്ട് തിരിച്ചു വരേണ്ട അവസ്ഥയാണ്. എന്തായാലും അവിടെ ചെന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ. സ്റ്റേ വേണോ അതോ സ്റ്റേ വേണ്ടേ, തിരക്കുണ്ടാ എങ്ങനെയാണെന്ന് ഇനി അവിടെ ചെന്നാലേ അറിയത്തുള്ളൂ. എല്ലാവരും തിരക്കാണെന്നാണ് പറയുന്നത്. മൂന്നാർ, കൊടൈക്കനാൽ, ഊട്ടി എല്ലാം തിരക്കാണ്. സീസൺ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണെന്നാണ് പറയുന്നത്. ഇനി എന്തായാലും അവിടെ ചെന്നിട്ടേ ബാക്കി എന്തുവാ എങ്ങനെയാണെന്ന് അറിയത്തുള്ളൂ. ഇനിയും 17 കിലോമീറ്റർ പോകണം മൂന്നാർ ബൈപ്പാസ് കയറാൻ വേണ്ടി. ഇവിടെ ആണെങ്കിൽ മൂന്നാർ ഫുള്ള് അങ്ങോട്ട് പോകുന്ന റൂട്ടിൻ്റെ വീതി കൂട്ടുന്ന കാരണം മിക്ക സ്ഥലത്തും കുറച്ച് വണ്ടി ഓരോ സൈഡിൽ പാസ് ചെയ്തിട്ട് അടുത്ത വണ്ടി കയറ്റി വിടത്തുള്ളൂ. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ റോഡെല്ലാം ഇതാക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് സൈഡിലത്തെ അതൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റും. ഫുള്ള് പണിയുന്നതും അങ്ങനത്തെയൊക്കെ വീതി കൂട്ടുവാണ് ഇവിടുത്തെ. ഇത് കാണുമ്പോഴാണ് കൊടൈക്കനാലിൽ ഞാൻ കഴിഞ്ഞ ദിവസം ട്രിപ്പ് പോയ കാര്യം ആലോചിക്കുന്നത്. കൊടൈക്കനാലിൻ്റെ പകുതിയുള്ളൂ ആ കയറ്റം കയറുന്ന ചുരം. ഒരു ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ ഹെയർ പിന്നെ താഴെ കിടക്കും. പിന്നെ താഴെ പഴനിയുടെ അടുത്ത് കാണാം. അതിൽ നിന്ന് താഴെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം വീതിയൊക്കെ ഉണ്ട്. അങ്ങനെ നിങ്ങളിത് കാണുക. തണുപ്പത്ത് വന്നിട്ട് നല്ല തണുത്ത ഫലൂഡ കഴിക്കുന്നു എൻ്റെ വീട്ടിൽ. ഗൈസ്, അങ്ങനെ നമ്മളെത്ര മണിക്കാണ്? 2 മണിക്ക് ഇവിടെ എത്തി, മൂന്നാറെത്തി. അങ്ങനെ അതെ ഗ്രീൻ റിഡ്ജ് എന്ന് പറയുന്ന ഇവിടെ സ്റ്റേയിൽ റൂം എടുത്ത് 2500 രൂപ. വേറൊരെണ്ണം കണ്ടായിരുന്നു, പക്ഷേ അത് 4000 രൂപയെന്ന് പറഞ്ഞു. പക്ഷേ അതിനേക്കാളും ബെറ്റർ ഇതായിരുന്നു. അത് ഞങ്ങൾ എടുക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ അവരപ്പോൾ ക്ലീനിങ് എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇവിടെ ചുമ്മാ ഈ വഴി പോയപ്പോൾ ഇവിടെ കയറിയതാണ്. ഇവിടെ ആകെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പാർക്കിങ് ഇത്ര ഒരു ഏരിയ മാത്രമേ ഉള്ളൂ പാർക്കിങ്. പക്ഷെ നമുക്ക് പാർക്കിങ് കിട്ടിയിട്ടുണ്ട്. താഴത്തോട്ടുണ്ടാകുന്ന അറിയത്തില്ല. നമ്മുടെ അടുത്ത് ഇവിടെ ഇടാൻ പറഞ്ഞ് നമ്മളിവിടെ ഇട്ട്. അങ്ങനെ അത്യാവശ്യം നല്ല ഇതാണ്. 12 മണിക്ക് ചെക്കിനും 11 മണിക്ക് ചെക്കൗട്ടും. ഇവിടെ എല്ലാ ഹോട്ടലും 11 മണിക്ക് ചെക്കൗട്ടാണ്. ഇനി നേരെ നമ്മൾ ഗ്യാപ്പ് റോഡ് പോകുന്നു. ഇപ്പം നേരെ ഗ്യാപ്പ് റോഡിൻ്റെ അവിടുന്ന് ഫുള്ള് അവിടെയുള്ള അടുത്തുള്ള പ്ലേസും എല്ലാം കണ്ടിട്ട്
നാളെ ചെക്കൗട്ട് ചെയ്തിട്ട് ബാക്കി സ്ഥലത്ത് പോകും. ഇപ്പം പോകുന്നത് ഞാനപ്പോൾ കാണിച്ചു തരാം. ഇത്രയും നാളെ ഞാൻ മൂന്നാർ വന്നിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഞാൻ ഇവിടെ വന്നിട്ടില്ല. ഇതാണ് മൂന്നാറിലുള്ള തേയില ഫാക്ടറി, ലോക്ക്ഹാർട്ട് ടീ ഫാക്ടറി. ഇവിടെ വരുന്നതിന് ഒരാൾക്ക് 250 രൂപ വെച്ച്, 2 പേർക്ക് 500 രൂപ. പിന്നെ അകത്ത് ഇറങ്ങുമ്പം തേയില, ഗ്രീൻ ടീ, വൈറ്റ് ടീ, പ്രീമിയം, സൂപ്പർ പ്രീമിയം എന്ന് പറഞ്ഞാൽ തേയില വാങ്ങാൻ പറ്റും. അങ്ങനത്തെ കുറേ സംഭവമൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ പറഞ്ഞെങ്കിൽ വരാം, കണ്ടിരിക്കാം കാര്യങ്ങൾ, തേയില ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ. 250 രൂപ ആയിരുന്നു എനിക്ക്. പക്ഷേ ഊട്ടി പോയിട്ട് അവിടുത്തെ തേയില ഫാക്ടറിയുടെ അത്ര ഒരു തേയില എനിക്കൊരിത് തോന്നിയില്ല. ഇവിടെ പെട്ടെന്ന് തീർന്നു നടക്കും. ആകെ 4-5 പ്രോസസ്സ് കാര്യങ്ങൾ കാണിച്ചു തന്നിട്ട് പെട്ടെന്ന് തീർന്നു നടക്കും. പിന്നെ ഇവിടെ ഇതുവരെ കണ്ടിട്ടില്ല, അത് കാരണം ഇതിൻ്റെ അകത്ത് കയറിയതാണ്. ഞാൻ ഓൾറെഡി ഊട്ടി കണ്ടിട്ടുള്ളതുകൊണ്ട് ഇതെനിക്ക് ഒരിതായിട്ട് തോന്നിയില്ല, അതാണ്. അപ്പോൾ ഓക്കെ, അടുത്ത സ്പോട്ട് പിടിക്കട്ടെ. അപ്പം അടുത്ത സ്ഥലത്ത് വെച്ച് കാണാം. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ചിന്നക്കനാൽ വാട്ടർഫോൾസ്, അതിലാ എന്താണ് പറയാനുള്ളത്? വെള്ളം കുറവാണല്ലേ? എങ്കിൽ ഇച്ചിരി മോട്ടർ വെള്ളം ഒഴിച്ചാലോ? ചൈനയിലൊക്കെ അങ്ങനെയായിരുന്നു. ചൈനയിലെ ജപ്പാനിലെങ്ങാണ്ട് മേളിന് വെള്ളച്ചാട്ടം മോട്ടറേ സപ്ലൈ ചെയ്യാറ്. അങ്ങനെ അപ്പോൾ ബാക്കിലെ സൺസെറ്റ് ഉണ്ട്. അങ്ങനെ കോട കിട്ടിയില്ല, കോട വന്നില്ല. അപ്പം കുറച്ച് നേരം ഇവിടെ കൊണ്ടാട്ടിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യട്ടെ. അപ്പോൾ ബൈ. ഗൈസ്, ഇതാ കാണുന്നതാണ് മൂന്നാർ ടൗൺ. അടിപൊളി ഒരു വ്യൂ പോയിന്റ്. രാത്രി ഗ്യാപ്പ് റോഡിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കാണുന്ന വ്യൂ. ഇത് ഫോണിൽ കാണുമ്പോൾ എത്രത്തോളം ഇതാവുമെന്ന് അറിയില്ല, പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. ഗൈസ്, ഇപ്പം ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. അത് മേലെ ഗ്ലാസ് ബ്രിഡ്ജ്, അപ്പുറത്ത് ഫുള്ള് ചെടികളും ഇതെല്ലാം. ഇതിലാണ് 7 to 9 അല്ലേ ടൈം? 7 to 9 ടൈം. മ്യൂസിക്കൽ ഫൗണ്ടൻ വിത്ത് DJ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഞങ്ങൾ ചൊള്ളി ചിരി കയറി. അതിലാണ് കിളിപേർ ചുമച്ചോണ്ടിരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു അതിലെ? എന്നാലും ആദ്യമായിട്ടാണ് കയറുന്നത്. കിളി പോയാ അതിലെ കുഴഞ്ഞ് ടൊള്ളിയിൽ റോളർ കോസ്റ്ററിൽ പോയതാ. അതിലുള്ള കിളി പോയി. അടിപൊളി സാധനമായിരുന്നു.
150 രൂപയാണ് പറഞ്ഞത്. പക്ഷേ വേറൊരു ഫാമിലിയും കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് 100 രൂപയ്ക്ക് കിട്ടി. ഞാനിവിടെ ബൊട്ടാണിക്ക ഗാർഡനാണ് കിട്ടിയ ഒരു സാധനം. ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു, 6 എണ്ണം. അപ്പം 80 രൂപ കൊള്ളാം. ഓരോന്നും ഓരോ ഫ്ലേവർ. ഹൈ ഗൈസ്, ഇപ്പോൾ അവിടുന്ന് ബൊട്ടാണിക്ക ഗാർഡനിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഏകദേശം സമയം 8:10 ഇറങ്ങി. നല്ല അടിപൊളി ഇതായിരുന്നു. DJ ഇതും അതുപോലെ കേട്ട് നൈസായിരുന്നു. ഇനി നേരെ റൂമിലേക്ക് പോകുന്നതിന് മുമ്പേ ഫുഡ് കഴിക്കണം. ഇത് നാളെ അടുത്ത സ്ഥലങ്ങളിൽ ഇറങ്ങണം. ഇപ്പം അവിടെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു അതിനേക്കാളും കോമഡി. ഞാനവിടെ ഒരു ഐസ്ക്രീം മേടിച്ചിട്ട് വീഡിയോ കാണിക്കുന്നുണ്ട്. അത് ചെറിയ ഷോർട്ടായിട്ട് പല ഫ്ലേവറിൽ ഒരു ഡപ്പയ്ക്കകത്ത് ഒരു 6 ഐസ്ക്രീം ഫ്ലേവർ. ഞാനപ്പോൾ അവിടെ എൻട്രൻസിൻ്റെ അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരുന്നിട്ട് പിള്ളേരൊക്കെ അത് കണ്ട് കരച്ചിലായി. എല്ലാവർക്കും ഐസ്ക്രീം വേണം. അതാണെങ്കിൽ ഒരു ചെറുക്കനാണെങ്കിൽ വന്നിട്ട് എൻ്റെ ഫ്രണ്ട് വന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാനപ്പോൾ ഇങ്ങനെ കാണിച്ച് കഴിഞ്ഞപ്പോൾ ചെറുക്കൻ പിന്നെ ഒരു അനക്കവും ഇല്ല. പിള്ളേരുടെ കൊതി കിട്ടിയിട്ടുണ്ട് എന്തായാലും. പിന്നെ റൂമിൽ ചെന്നിട്ടറിയാം എന്താവും എങ്ങനെ ആവും. പിന്നെ ഉള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ആ ചെറുക്കനാണെങ്കിൽ അവിടെ കിടന്ന് കരഞ്ഞ് ഭയങ്കര പ്രശ്നം. അതിൻ്റെ ഉമ്മ ഇനി എന്നെ വല്ലതും പറയുമോ പറഞ്ഞ് കാണുമോ എന്ന് പോലും എനിക്കറിയത്തില്ല. എന്തെങ്കിലും അങ്ങനത്തെ വല്ലതും ഉണ്ടെങ്കിൽ റൂമിൽ ചെല്ലുമ്പോൾ അറിയാം പണി കിട്ടുമില്ലെന്ന്, കൊതി കിട്ടിയിട്ടുണ്ടായില്ലെന്ന്. വേണ്ടാന്നൊരു 100 വട്ടം പറഞ്ഞതാണ്. അപ്പം ഇനി നേരെ ഫുഡ് കഴിക്കാൻ പോവുക. അല്ല, അതിന് പോയി പെട്രോൾ അടിക്കാൻ പോകണം. വണ്ടിക്ക് അതിന് 2 കട്ട പെട്രോളുള്ളൂ. പെട്രോൾ ഇതുവരെ അടിച്ചിട്ടില്ല. ഇനി പോയി പെട്രോൾ അടിക്കണം. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ റൂമിലേക്ക് ഉറങ്ങണം. പിന്നെ രാവിലെ എഴുന്നേൽക്കണം. എന്നിട്ട് ഇനി നാളെ രാവിലെ ഫുള്ള് മാട്ടുപ്പെട്ടി ഡാമിൻ്റെ ആ ഒരു സൈഡാണ് പിന്നെ പോകുന്നത്. ഇന്ന് ഫുള്ള് ആ പേപ്പർ എവിടെ? ആ പേപ്പർ ഇതല്ലേ, ഇത് റൂമിൽ നിന്ന പേപ്പറാണ്. അതായത് നമ്മളൊരാൾ ആ ഹോട്ടലിൽ ഗ്രീൻ റിഡ്ജ് എന്നാ അവരുടെ പേര്. നമ്മളവിടെ പോയി കഴിഞ്ഞാൽ 4 ഡേ പ്ലാനാണ് പറയുന്നത്. ഫസ്റ്റ് ഡേ പോകേണ്ട സ്ഥലങ്ങളെല്ലാം അത് ആ ഹോട്ടലിൻ്റെ അവിടുന്ന് 4 ഡയറക്ഷനിലേക്ക് ഓരോ ദിവസം പോകുന്നതാണ്. ഡേ 1 ഒരു 1, 2, 3, 4, 5, 6, 7, 8, 9 പ്ലേസ് ഫസ്റ്റ് ഡേ. സെക്കൻഡ് ഡേ അതാണ് 1, 2, 3, 4, 5, 6, 7, 8. ഈ സെക്കൻഡ് ഡേ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ ആ ഒരു ഏരിയ. തേർഡ് ഡേ ഈ 6 പ്ലേസ്. ഇത് ഗ്യാപ്പ് റോഡിൻ്റെ ആ പ്ലേസ്. ഡേ 3യിലാണ് ഇന്ന് കവർ ചെയ്ത്. ഡേ 2ൻ്റെ ഇതിനകത്ത് പക്ഷെ കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. ഇനി ഡേ 2ലാണ് നാളെ പോകാൻ പറ്റുന്നത്. ഇതാണ് അല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഒരെണ്ണം അങ്ങോട്ട് പോയിട്ട് പിന്നെ നമ്മൾ റിട്ടേൺ ഹോട്ടലും കഴിഞ്ഞ് പിന്നെ കിലോമീറ്ററോളം പോകണം. ഇങ്ങനെ ഉണ്ടാവും. കൃത്യമായിട്ട് പുറകെ മാപ്പും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് കണ്ടിട്ട് കൊള്ളാം. ഇതിപ്പം ഇത് കണക്ക് എല്ലാ ഹോട്ടലിൽ നിന്നൊക്കെ കൊടുക്കുമായിരുന്നു അടിപൊളിയാണ്. അപ്പം ഈ പുറത്തുനിന്നൊക്കെ അവിടെ കാരണം എന്ന് വെച്ചാൽ അപ്പം നമുക്ക് പോകുന്ന സമയത്ത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ പോകണമെന്ന് കൃത്യമായിട്ട് ആൾക്കാർക്ക് മനസ്സിലാവും, പുറത്തുനിന്ന് വരുന്നവർക്കാണെങ്കിലും. കാരണം ഇവർ ഈ നാട്ടിൽ തന്നെ ഉള്ളതല്ലേ. ഇതെനിക്ക് കണ്ടിട്ട് നല്ല അടിപൊളി സാധനമായിട്ട് തോന്നി. അപ്പം എല്ലാവരും ഇത് കണക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല കാര്യം, ചെയ്യാത്തവരാണെങ്കിൽ ഇത് കണ്ടെങ്കിലും ചെയ്യുക. കാരണം ഇതൊരു നല്ല കാര്യമാണ്. അപ്പം ഞങ്ങൾ നേരെ പോട്ടെ, പെട്രോൾ അടിക്കട്ടെ ഗൈസ്. ഇപ്പോൾ ഏകദേശം സമയം 8:45. രാവിലെ എഴുന്നേറ്റ് ഇതൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ കുറച്ച് രാവിലെ എഴുന്നേറ്റ് കോടയും അങ്ങനത്തെയൊക്കെ കണ്ടായിരുന്നു. ഇപ്പോഴപ്പോൾ കോടയൊക്കെ പോയി, വെയിലുണ്ട്. പക്ഷേ വെയിലുണ്ടെങ്കിലും ആ തണുപ്പുള്ളതുകൊണ്ട് അറിയുന്നില്ല. പിന്നെ ഇനി നേരെ മാട്ടുപ്പെട്ടി. അവിടെ ചെന്നിട്ട് അവിടെ തിരക്കായിരിക്കും മിക്കവാറും, എപ്പോഴും അവിടെ തിരക്കാം. ഇപ്പം കാറിൽ വന്നിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഉള്ള പേടിയെന്ന് വെച്ചിട്ടാണ്. മറ്റേ ബൈക്ക് വരുമ്പോൾ എടുത്തുകൊണ്ട് പോകാൻ പറ്റും, ഇടയ്ക്കൂടെ കുത്തിക്കയറ്റി. ഇതങ്ങനെ പറ്റത്തില്ലല്ലോ, അതേ ഉള്ളൂ പ്രശ്നം. രാവിലെ എഴുന്നേറ്റ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലെ പാർക്കിംഗ് ഫുള്ളായിപ്പോയി. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഹോട്ടൽ കാണിച്ചപ്പോൾ പറഞ്ഞു വെച്ചിട്ടല്ലോ.
അപ്പോൾ അവർ പറഞ്ഞ് ഹോട്ടലിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ ഉള്ള വഴി നടന്ന് ഇതിൻ്റെ ഉള്ളിലാണ് പാർക്കിങ്. രാത്രി വണ്ടി ഒരു 11 മണിക്ക് പാർക്ക് ചെയ്തിട്ട് തിരിച്ചു വന്നപ്പോൾ ബാക്ക് ഈ കാർ ലൈറ്റ് ഇല്ലോട്ട് നോക്കി. അങ്ങനെ ഇപ്പം വണ്ടി എടുക്കാൻ പോകുന്നു. വണ്ടി എടുക്കുമ്പോൾ തൊട്ട് നേരെ അവിടെ റൂമിൻ്റെ അടുത്തോട്ട് വരണം. റൂമിൻ്റെ അടുത്ത് നിന്നിട്ട് അതിലെ പിക്കണം. അപ്പോൾ ബാക്കി കുറച്ച് വന്നിട്ട് പറയാം. ഞങ്ങളിപ്പം എവിടെയായിരുന്നു? അതിൽ ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? സൺമൂൺ വാലി. അല്ല, തണുത്ത് വിറച്ചോണ്ടിരിക്കുകയാണ്. AC-ക്കകത്താണെങ്കിൽ കാറ് കയറിയപ്പോൾ AC ഒക്കെ ഓഫാക്കി ആദ്യമായിട്ട് അതിലിരിക്കുന്നതാണ് അല്ലേ? അതിൽ തണുക്കുന്നതെന്ന് പറഞ്ഞാൽ AC ഒക്കെ ഓഫാക്കി ഇട്ടേക്കുന്നത്. പിന്നെ ഇത് ചെയ്യുന്നുണ്ടോ? സിപ്പ് ലൈനൊക്കെ ചെയ്യുന്നുണ്ടോ അതിലേന്ന്? ഇത് നടന്നു പോകുന്നുണ്ടോ? അത് ഇന്നെല്ലാം ചെയ്യണമെന്നൊക്കെയാണ് പറയുന്നത്. നോക്കണം. ആദ്യം പോയി ബോട്ടിങ് ചെയ്യട്ടെ. 5 പേര് വേണം. അതാണ് ഇപ്പം. അപ്പം അടുത്ത ചെന്നിട്ട് കാണിക്കാം. ബോട്ടിങ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. ഇത്ര പ്രതീക്ഷിച്ചായിരുന്നു? ബോട്ടിങ് കിടുക. പക്ഷെ ആകെ ഉള്ള ഇതെന്ന് വെച്ചാൽ ആകെ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പേർക്കായിട്ട് ബോട്ടേ ഉള്ളൂ. അല്ലാതെ 2 പേരായിട്ടോ ഒരാളായിട്ടോ വന്നു കഴിഞ്ഞാൽ 1100 കൊടുക്കണം. അങ്ങനെ കേറണ്ടാന്ന് വിചാരിച്ച് ഇരുന്നപ്പോഴാണ് 3 പേരെ മൈസൂരിൽ നിന്ന് വന്ന 3 പേരെ കിട്ടിയത്. അവര് ചോദിച്ചു നിങ്ങൾ ബോട്ടിങ്ങിന് പോകാൻ നിൽക്കണോ? അതേ പറഞ്ഞു. 3 പേരുണ്ട്, നമ്മൾ 2 പേരുണ്ട്. അങ്ങനെ ഷെയർ ഇട്ട് ഒരാൾക്ക് 220 രൂപ വെച്ച് ഞങ്ങൾ ഷെയർ ഇട്ട് 1100 രൂപക്ക് പോയി. 5 ബോട്ടും 7 ബോട്ടും ഉള്ളൂ. പിന്നെ ഉള്ളത് സോളാർ ബോട്ടാണ്. അതിനകത്ത് വേണമെങ്കിൽ പോയി കണ്ടിട്ട് വരാം. പക്ഷേ സ്പീഡ് ബോട്ടിൽ പോയാലേ എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ആ സ്പീഡ് ബോട്ടിൻ്റെ ഡ്രൈവർ വരുന്നു അല്ലേ? പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കറക്കി കളിക്കുമായിരുന്നു. ഇനി അടുത്ത സ്പോട്ട് പിടിക്കട്ടെ. അവിടെ ബ്ലോക്ക് വരുന്നതിന് മുമ്പേ അടുത്ത സ്പോട്ട് പിടിക്കണം. അപ്പം അത് ഞാൻ പറഞ്ഞു ബൈ പറഞ്ഞു.